ആശാ ഭോസ്ലെ അന്തരിച്ചു. ആശാ ഭോസ്ലെയുടെ സംഭാവനകൾ നമ്മുടെ ഇന്ത്യൻ സംഗീതത്തിൽ വിസ്മരിക്കാനാവാത്തതാണ്. ഒന്ന് പറയാമോ സാർ അതിനെ പറ്റിയിട്ട്? അത് ഹിന്ദി ചലച്ചിത്ര ഗാനരംഗത്തും മറാഠി ചലച്ചിത്ര ഗാനരംഗത്തും അതായത് മറ്റ് അനേക ഉത്തരേന്ത്യൻ ഭാഷകളിലുള്ള ചലച്ചിത്ര ഗാനരംഗങ്ങളിലൊക്കെ ആശാ ഭോസ്ലെ എന്ന ഗായിക നൽകിയിട്ടുള്ള സംഭാവനകൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അവരുടെ ഗാനങ്ങളുടെ പ്രത്യേകത ആശാ ഭോസ്ലെയുടെ മാത്രമല്ല, ആശാ ഭോസ്ലെയുടെ ജ്യേഷ്ഠ സഹോദരിയായിരുന്നു ലതാ മങ്കേഷ്കർ. ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും പാടിയിട്ടുള്ള ഗാനങ്ങൾ 50 വർഷം 60 വർഷം അല്ലെങ്കിൽ 70 വർഷം മുമ്പൊക്കെ അവർ ചലച്ചിത്ര ഗാന രംഗത്തുണ്ടായിരുന്നു. അവർ പാടിയ പാട്ടുകളെല്ലാം ഇന്നേ വരെ ഒരു എന്താ പറയുന്നത്, മടുത്തിട്ടില്ല ആൾക്കാർക്ക്. അവയുടെ അവയുടെ ആകർഷണീയത, അവയുടെ മനോഹാരിത ദിവസം പ്രതി എന്നോണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഗാനങ്ങളെല്ലാം എന്ന് രംഗത്ത് വന്നു, എന്ന് റിലീസ് ചെയ്തുവോ അതിനേക്കാളും കൂടുതൽ ആകർഷണീയതയോടെയാണ് ഈ ഗാനങ്ങൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ 1940കളിൽ 1950കളിലൊക്കെ ലതാ മങ്കേഷ്കർ, ആശാ ഭോസ്ലെ എല്ലാം പാടിയിട്ടുള്ള പാട്ടുകൾ അതിമനോഹരമായിട്ടാണ് ഇന്നും ജനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഇവരുടെ ഈ പാട്ട് കേൾക്കാതെ മനുഷ്യൻ, ശരാശരി ഇന്ത്യക്കാരൻ്റെ ജീവിതം മുന്നോട്ട് പോവില്ല. ആശാ ഭോസ്ലെയുടെ പാട്ട്, ലതാ മങ്കേഷ്കർ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് നിര്യാതയായി. ആശാ ഭോസ്ലെ എന്നാണ് നിര്യാതയത്. അവർക്ക് 92 വയസ്സായിരുന്നു. അനാരോഗ്യ നിമിത്തം അവർ കഴിഞ്ഞ കുറേ വർഷങ്ങളായി സജീവമായിട്ട് രംഗത്തില്ലെങ്കിൽ കൂടിയും ഈ ആകാശവാണി അതുപോലെ മറ്റ് സ്വകാര്യ റേഡിയോ സ്റ്റേഷനുകളെല്ലാം അവരുടെ ഗാനങ്ങൾ എന്നും പ്രക്ഷേപണം ചെയ്യാറുണ്ടായിരുന്നു. റേഡിയോ സിലോൺ ഉൾപ്പെടെയുള്ളവർ. അപ്പോൾ ശ്രീലങ്കൻ റേഡിയോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകത, ഈ ആകാശവാണിയിലും അതുപോലെ വിവിധ് ഭാരതി, ആകാശവാണിയുടെ വേറൊരു എൻ്റർടൈൻമെൻറ്റ് ചാനലാണ് വിവിധ് ഭാരതി. ഇത് മാത്രമേ ഒരു കാലത്ത് റേഡിയോ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് നമുക്കുണ്ടായിരുന്നുള്ളൂ. ടെലിവിഷനൊക്കെ വന്നതിന് വളരെ വൈകിയാണല്ലോ ഇന്ത്യയിൽ ടെലിവിഷൻ എത്തുന്നത്. അപ്പോൾ അന്നൊക്കെ ഈ ശ്രോതാക്കളുടെ ഇഷ്ടപ്പെട്ട ഗാനങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദിയിൽ ആപ്കെ ഫർമായിഷ് പ്രിയൻ പറയാറുള്ള പ്രോഗ്രാം, അതേപോലെ തന്നെ ശ്രീലങ്കയിലെ ആപ് ഹി കി ഗീത് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാം ഉണ്ടാവും. അതുപോലെ അമീൻ സയാനി എന്ന് പറഞ്ഞ ഒരു അവതാരകൻ അവതരിപ്പിച്ച പ്രോഗ്രാം ഉണ്ടായിരുന്നു, ബിനാക്ക ഗീത് മാല. റേഡിയോ ശ്രീലങ്കയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത്, റേഡിയോ സിലോൺ എന്നാണ് അതിൻ്റെ പേര്. ഛായാഗീത് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. ഛായാഗീത് അതും ആകാശവാണിയിൽ വന്ന ഇതാണ്. അപ്പം ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന ഗാനങ്ങൾ എന്ന് പറയുന്നത് ലതാ മങ്കേഷ്കറിൻ്റെയും പിന്നെ അതുപോലെ ആശാ ഭോസ്ലെയുടെയൊക്കെയാണ്. അല്ല, ആശാ ഭോസ്ലെ മലയാളികൾക്ക് എല്ലാ വീടുകളിലും സുപരിചിതയായ ഒരു ഗാനമുണ്ട്. അത് 1960കളുടെ അവസാനം 70കളുടെ ആദ്യമായിട്ടാണ് തോന്നുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് പറയുന്ന ഒരു ദേവാനന്ദ് സിനിമയുണ്ട്. അതിൽ ദം മാരോ ദം എന്ന് പറയുന്ന ഒരു ഗാനമുണ്ട്. ഈ ഗാനം എവിടെയെങ്കിലും പ്ലേ ബാക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തിയേറ്ററുകളിലോ അതല്ലെങ്കിൽ പബ്ലിക് പ്ലേസസിലോ അവിടെ വൻ ആൾക്കൂട്ടം ഈ ഗാനം ആസ്വദിക്കാനായിട്ടുണ്ട് വരുന്നു. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ബോംബെ നഗരത്തിൽ മറൈൻ ഡ്രൈവിൽ എവിടെയോ ഈ ഗാനം പ്ലേ ബാക്ക് ചെയ്ത് പരസ്യമായിട്ട് പ്രക്ഷേപണം ചെയ്തപ്പോൾ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടായി, വൻ ഗതാഗത സ്തംഭനം ഉണ്ടായി എന്നാണ് പറയുന്നത് ഈ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട്. അതുപോലെ അവരുടെ പാട്ടുകളുടെ പ്രത്യേകത, ഇപ്പോൾ ഈ ദമ്മാരുദമൊക്കെ RD ബർമനാണ് അതിൻ്റെ സംഗീത സംവിധായകൻ. അതുപോലെ അവർ പാടിയിട്ടുള്ള വേറെ പല പാട്ടുകളുണ്ട്. OP നായർ എന്നൊക്കെ പറഞ്ഞ് അനശ്വരനായ സംഗീത സംവിധായകനുണ്ടായിരുന്നു, OP നായർ. അപ്പം അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗാനങ്ങൾക്ക് സംഗീതം പകർന്നിട്ടുണ്ട്. ലതാ മങ്കേഷ്കറിനോ അല്ലെങ്കിൽ ആശാ ഭോസ്ലെക്കോ എനിക്ക് പാട്ട് പാടി കേൾപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ പറയുന്ന അത് എന്താണ് എന്നുള്ളത്, അതല്ലെങ്കിൽ എനിക്ക് ആവശ്യമുള്ള എന്താണ് എന്നുള്ളത് അതേ രീതിയിൽ അവർ ആലപിക്കുമായിരുന്നു. അതായിരുന്നു അവർ
മറ്റ് ഗായികമാരിൽ നിന്നും വ്യത്യസ്തമാക്കിയിട്ടുള്ളത്. ഇപ്പോൾ ലതാ മങ്കേഷ്കർ മലയാളത്തിൽ പാടിയിട്ടുണ്ട് ആ കദളി കൺകദളി എന്ന് പറഞ്ഞ ചെങ്കതളി. നെല്ല് എന്ന് അതെ, അതെ. പറഞ്ഞ ചിത്രത്തിൽ. അതേപോലെ സുജാത എന്ന് പറയുന്നൊരു മലയാള ചിത്രത്തിൽ ആശാ ഭോസ്ലെ പാടിയിട്ടുണ്ട്. ആ. ഞാൻ ഒരു കൃഷ്ണ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഭക്തിഗാനം പോലത്തെ പാട്ടുകളാണ്. ഞാൻ അത് ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്റ്റ് വേർഡ്സ് ഒന്നും. പക്ഷേ ഹിന്ദിയിൽ ഇവർ മെലഡി ക്യൂൻ എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവരുടെ പ്രത്യേകത മെലോഡിയസ് ആയിട്ടുള്ള പാട്ടുകൾ പാടും, പിന്നെ അതുപോലെ ഭക്തിഗാനങ്ങൾ പാടും, അതേപോലെ തന്നെ പാശ്ചാത്യ ഇതിലുള്ള ഈണത്തിലൊക്കെയുള്ള എന്താ പറയുന്നത് റോക്ക് മ്യൂസിക് സ്റ്റൈലിലുള്ള പാട്ടുകളും ഇതെല്ലാം ഒരേ തരത്തിൽ ആലപിക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ കാരവാൻ എന്ന് പറഞ്ഞൊരു സിനിമ വന്നു വർഷങ്ങൾക്ക് മുമ്പ്. അതിലെപ്പോഴും ഒരു പാട്ട് എപ്പോഴും വലിയ വിഖ്യാതമാണ്. ഈ എന്താ ദേഖോ വോ ആ ഗയ പിയ തൂ അബ് തോ ആജ എന്ന് പറഞ്ഞൊരു ഗാനമുണ്ട്. ഒരു നൈറ്റ് ക്ലബ്, ഒരു കാബറെ ഡാൻസ്, ഹെലൻ എന്ന് പറയുന്ന നർത്തകി ആയിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമാ നടിയുണ്ട്. അവർ ആ പാട്ട് അനശ്വരമാക്കിയ അഭിനയത്തിൽ കൂടി അത് പാടിയിരിക്കുന്നത് ഈ ആശാ ഭോസ്ലെയാണ്. പല പാട്ടുകളുണ്ട് അതുപോലെ എണ്ണം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പക്ഷേ അതേപോലെയുള്ള സംഗീത സംവിധായകർ ഒ.പി. നയ്യാർ അല്ലെങ്കിൽ ആർ.ഡി. ബർമൻ, ദെൻ രാഹുൽ ദേവ് ബർമൻ്റെ അച്ഛനുണ്ട് സച്ചിൻ ദേവ് ബർമൻ. ഇവരുടെ എല്ലാം പാട്ടുകളെ പോലെ മനോഹരമായിട്ട് സംഗീതം നൽകാനും എന്നെന്നും നിലനിൽക്കുന്ന സംഗീതം നൽകാനും അതിൻ്റെ പുതുമ ഒട്ടും നഷ്ടപ്പെടാതെ എന്നും നിലനിൽക്കുന്ന ഗാനങ്ങളും സംഭാവന ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഇവർ, ഈ പറഞ്ഞ സംഗീത സംവിധായകർ. ആ ഗാനങ്ങൾക്ക് പൂർണ്ണത കൈവന്നത് ലതാ മങ്കേഷ്കറിൽ കൂടി ആശാ ഭോസ്ലെയിൽ കൂടിയാണ്. നമുക്കറിയാം ഒരു മനുഷ്യ ആയുസ്സിന് എത്രമാത്രം മുന്നോട്ട് പോകാൻ സാധിക്കും എന്നൊക്കെ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ 92 വയസ്സെന്ന് പറയുമ്പോൾ മനുഷ്യായുസ്സിലെ ഒരു എന്താ പറഞ്ഞ ഒരു പരമാവധി ജീവിച്ചു കഴിഞ്ഞ ആണ്. അപ്പോൾ മരണമെന്നും സുനിശ്ചിതമാണ് ഇന്നല്ലെങ്കിൽ നാളെ എന്നുള്ള കാര്യം അറിയാം. അത് നമ്മളെ വിട്ട് പിരിയും എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ഈ അവരുടെ പീക്ക് ടൈമിൽ, അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാലഘട്ടങ്ങളിൽ അതെല്ലാം കഴിഞ്ഞ് 80-85 വയസ്സ് വരെയെങ്കിലും അവർ സജീവമായ രംഗത്തുണ്ടായിരുന്നു. അവരുടെ ആ ചാമിങ്, ആ സംഗീതത്തിൻ്റെ മാധുര്യം നഷ്ടപ്പെടാതെ അവർക്ക് അത് ആലപിക്കാനും ശ്രോതാക്കളെ ആകർഷിക്കാനും കഴിഞ്ഞിരുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. അങ്ങനെയുള്ള ഗായകരും ഗായികമാരും കിഷോർ കുമാർ, അതല്ലെങ്കിൽ മൻഹർ, ദെൻ അതുപോലെ തന്നെ മന്നാട്, ഇങ്ങനെയൊക്കെയുള്ള ഗായകർ, അതുപോലെ ലതാ മങ്കേഷ്കറിനെ പോലെയോ ആശാ ഭോസ്ലെ പോലെയുള്ള ഗായികമാർ ഉണ്ടാവുക എന്ന് പറയുന്നത് ഈ 1000 വർഷങ്ങൾ കൂടുമ്പോഴായിരിക്കും അതുപോലെയുള്ള കഴിവുള്ള ഗായകരും കലാകാരന്മാരും ഈ നാട്ടിലുണ്ടാവുക. ഇപ്പോൾ ഇവരൊരു സംഗീത കുടുംബത്തിൽപ്പെട്ട വ്യക്തിയാണ്. ഇവരുടെ അച്ഛൻ ദീനാനാഥ് മങ്കേഷ്കർ വലിയ സംഗീതജ്ഞനായിരുന്നു. ഇവരുടെ സഹോദരങ്ങളാണ് ലതാ മങ്കേഷ്കർ, അതുപോലെ ഉഷ മങ്കേഷ്കർ, ദെൻ ഹൃദയനാഥ് മങ്കേഷ്കർ. അദ്ദേഹം ഗായകൻ എന്നതിനേക്കാൾ ഉപരി ഒരു സംഗീത സംവിധായകനാണ്. അപ്പോൾ ഇവർ കൊങ്കണി ഗാനങ്ങൾ, മറാഠി ഗാനങ്ങളൊക്കെ വളരെ എന്താ പറയുന്നത് വളരെ തന്മയത്വത്തോടു കൂടിയാണ് പാടിയിരിക്കുന്നത്. ഇപ്പം നമുക്കിപ്പോൾ ലതാ മങ്കേഷ്കർ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ പാടുമ്പോൾ, അല്ല ആശാ ഭോസ്ലെ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ പാടുമ്പോൾ നമുക്കൊരിക്കലും തോന്നില്ല ഹിന്ദി അവരുടെ മാതൃഭാഷ അല്ല എന്ന് നമുക്കൊരിക്കലും തോന്നില്ല. ഗുജറാത്തി ഗാനങ്ങളൊക്കെ എത്ര മനോഹരമായിട്ടാണ് അവർ ആലപിച്ചിരിക്കണതെന്ന് പറയുന്നത്. മറാഠി പിന്നെ അവരുടെ എന്താ പറയുക മാതൃഭാഷയാണെന്ന് വയ്ക്കാം. എന്നാലും ഈ പറഞ്ഞ പോലെ ഹിന്ദി ഗാനങ്ങൾ, ഭോജ്പൂരി ഗാനങ്ങളൊക്കെ അവർ വളരെ ആകർഷകമായിട്ടാണ് പാടിയിട്ടുള്ളത്. ഒരിക്കലും നമുക്ക് തോന്നില്ല ഈ ഭാഷകൾ അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ഭാഷയാണെന്ന് തോന്നില്ല. ഒരു എന്താ പറയുക, അത്ര ദൈവീകമായ കഴിവാണ് അവർക്ക് ലഭിച്ചിരുന്നത്. അങ്ങനെ കഴിവുള്ള ഗായികകളോ ഒന്നും ഉണ്ടാവില്ല. ആ പഴയ തലമുറയിലെ പാട്ടുകാരല്ലേ. ഇപ്പം ഹേമന്ത് കുമാർ എന്ന് പറയുന്ന സംഗീത സംവിധായകനും ഗായകനുമുണ്ട്.
സച്ചിൻ ദേവ് ബർമൻ സംഗീത സംവിധായകനാണ്. അദ്ദേഹം പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ട്. അതുപോലെ രാഹുൽ ദേവ് ബർമൻ, ആർ ഡി ബർമനും ആശാ ഭോൺസ്ലെയും കൂടി ചേർന്ന് പല ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആ ഗാനങ്ങളെല്ലാം ഹിറ്റാണ്. ഇവർ പാടിയിട്ടുള്ള എല്ലാ ഗാനങ്ങളും ഹിറ്റാണ്. ഏത് ഗാനമാണ് ഒന്നിനൊന്ന് മികച്ച ഏറ്റവും നല്ലതെന്നോ അങ്ങനെ നമുക്ക് തരംതിരിക്കാൻ പറ്റില്ല. കാരണം ഒരു 1000കണക്കിന് ഗാനങ്ങളാണ് അവരുടേതായ ഈ ചലച്ചിത്ര ഗാന രംഗത്തുള്ളത്. ആ ഗാനങ്ങൾ മുഴുവനും അതിൽ ഏതാണ് നല്ലതെന്ന് പറഞ്ഞാൽ ഏതാണ് മോശം എന്ന് ചൂണ്ടിക്കാണിക്കാനില്ല. എല്ലാം ഒന്നിനൊന്നും മികച്ച ഗാനങ്ങളാണ്. ഇന്നും ആ ഗാനങ്ങൾ അവയുടെ എന്നാണോ അത് പാടി അത് റെക്കോർഡ് ചെയ്ത് മാർക്കറ്റിൽ വന്നത് അതിൻ്റെ ഇരട്ടി മാധുര്യത്തോടുകൂടി ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇപ്പോഴത്തെ പ്രത്യേകത ഈ എന്താ ഇപ്പോൾ ഹീറോ ഹോണ്ട പരസ്യമുണ്ടല്ലോ ബൈക്കിൻ്റെ, ഫീൽ ഇറ്റ്, ഷട്ട് ഇറ്റ് ആൻഡ് ഫൊർഗെറ്റ് ഇറ്റ് എന്നുള്ളത്. സിങ് ഇറ്റ്, പിന്നെ ഹിയർ ഇറ്റ്, ഫൊർഗെറ്റ് ഇറ്റ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പാട്ടുകളുടെ പ്രത്യേകത. ഉദാഹരണത്തിന് ഈ ചിക്കുപുക്ക് റെയിലേ എന്നൊക്കെ ഉള്ള ഒരു പാട്ടുണ്ട്. അതല്ലെങ്കിൽ വേറെ ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ നമ്മുടെ സിനിമാ നടൻ ഗായകൻ ജയചന്ദ്രൻ ബോയ്ക്കോട്ട് ചെയ്തു ഒരു ഫംഗ്ഷനിൽ നിന്ന് ആ പാട്ട്, ഒരു തമിഴ് പാട്ട് കേട്ടിട്ട്. അങ്ങനെയുള്ള ഗാനങ്ങളൊന്നും ആലപിക്കേണ്ട ഗതികേട് ഇവർക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പം സംഗീത സംവിധാനം എന്ന് പറയുന്നത് എന്തൊക്കെയോ തട്ടിക്കൂട്ടി, മറ്റേ കൊളവേറി എന്നുള്ളൊരു പാട്ട്, അതൊക്കെ പാട്ടാണെന്ന് പറയുന്ന ആൾക്കാരെ വേണം തല്ലാനായിട്ട്. എനിക്കിപ്പോൾ ഐ എം നോട്ട് എ കണാസിയർ ഓഫ് മ്യൂസിക്, ബട്ട് ഒരു സാധാരണ ശ്രോതാവ് എന്നുള്ള രീതിയിൽ നമ്മൾ ഇപ്പോൾ പാട്ടിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ കൂടി ഏത് കഴുതയാണെങ്കിലും ഒന്ന് തല ആട്ടിപ്പോവല്ലോ. ഞാനൊക്കെ ആ ജനിസപ്പെടുന്നതാണ്. പക്ഷെ എനിക്ക് തന്നെ പറയാൻ സാധിക്കും, ഇത് വളരെ മനോഹരമായിരിക്കുന്നു എന്ന് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു സംഗീത രംഗത്തെ ഒരു മഹാറാണിയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ന് വിടവാങ്ങിയിരിക്കുന്നത് ആശാ ഭോസ്ലെ. ഇനിയൊരു ആശാ ഭോസ്ലെ ഉണ്ടാവാൻ നമ്മുടെ തലമുറയിൽ, എൻ്റെ തലമുറയിൽ എനിക്ക് തോന്നണില്ല ഉണ്ടാവുന്നത്. ഇപ്പോൾ ഉള്ളത് മുഴുവൻ പ്രൊമോട്ട് ചെയ്ത് മാനേജ് ചെയ്ത് അങ്ങനെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഗായകന്മാരുമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ ആരുടെയും പ്രൊട്ടക്ഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ലാതെ തന്നെ രംഗത്ത് വരികയും താൻ സ്വന്തം കഴിവുകൊണ്ട് സംഗീത ലോകം വെട്ടിപ്പിടിക്കുകയും ചെയ്ത വ്യക്തികളാണ് കലാകാരികളാണ് ലതാ മങ്കേഷ്കറും ആശാ ഭോസ്ലെയും ഉഷാ മങ്കേഷ്കറും എല്ലാം. വളരെ ദുഃഖകരമായൊരു വാർത്തയാണ് ആശാ ഭോസ്ലെ വിടവാങ്ങി എന്നുള്ളത്. പ്രായം അതിൻ്റേതായ ഇത് ചെയ്യാതിരിക്കില്ലല്ലോ നമുക്ക് എത്രയാണെങ്കിലും. അപ്പം അതും കൂടി നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഹർ കോൺട്രിബ്യൂഷൻസ് ദാറ്റ് വിൽ റിമെയിൻ എറ്റേണലി എംബഡഡ് ഇൻ ഇന്ത്യൻ ഹിസ്റ്ററി. സാംസ്കാരിക ഭാരതത്തെക്കുറിച്ച് പറയുമ്പോൾ എന്നും ആദ്യം മുൻപന്തിയിൽ വരിക ആശാ ഭോസ്ലെ, ലതാ മങ്കേഷ്കർ തുടങ്ങിയ ഗായികന്മാർ ആയിരിക്കും. അവർക്ക് അവരുടെ മുമ്പിൽ അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നമുക്ക്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിവുപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. നമ്മൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ ആയതുകൊണ്ട് കൂടുതൽ വാർത്തകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കൊടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് C4Nൽ പുതിയ വാർത്തകൾ കൊടുക്കുന്നത്. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.